നിന്റെ പ്രവാചകരുടെ നൂറിനെയാണ് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് കൊണ്ടുമാണ് എന്നും പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും വ്യക്തമായ ഈ തത്വങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് വിശ്വാസികളായ ഓരോ ആളുകളും അവരുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസങ്ങളുമെല്ലാം അടിസ്ഥാനപ്പെടുത്തുന്നത് പ്രമാണങ്ങളുടെ പിൻബലത്തിലാണ്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ സമൂഹത്തിൽ പലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ കർമ്മങ്ങൾ ഈ സമൂഹത്തിന് ചൂണ്ടിക്കാണിക്കുക എന്നതുകൂടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വിഷയം. ആദ്യം നമുക്കൊരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്നു. ജാബിർ ചോദിച്ചു, നബിയേ അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ വെച്ച് ആദ്യത്തേത് ഏതാണ് നബിയേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അത് നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി. അത് ജാബിറേ, നിന്റെ പ്രവാചകരുടെ നൂറിനെയാണ് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹദീസിൻ്റെ വസ്തുത? ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യഥാർത്ഥത്തിൽ ഹദീസ് നിദാനശാസ്ത്ര പ്രകാരം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മൗദൂആണ് എന്നും ബാത്തിലാണ് എന്നും അഥവാ നിർമ്മിതമാണ്, നിരർത്ഥകമാണ് എന്നൊക്കെ ഹദീസ് പണ്ഡിതന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു വചനമാണ് പ്രവാചക പേരിൽ ഹദീസ് എന്ന വ്യാജേന ഈ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അടിസ്ഥാനമില്ല എന്ന് മാത്രമല്ല, ഈ ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ട് തന്നെ പൂർണ്ണമായും വായിച്ചാൽ തന്നെ ഏതൊരു വിശ്വാസിക്കും ബോധ്യപ്പെടും ഒരിക്കലും ഇത് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു വിഷയമല്ല എന്നത്. 2-3 നിലയ്ക്ക് നമുക്ക് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ പറയപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ ആശയം ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പ്രവാചകൻ്റെ പ്രകാശമാണ് എന്നതാണ്. മറ്റൊന്ന്, പ്രവാചകൻ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ധ്വനി കൂടി അതിലൂടെ വരുന്നുണ്ട്. അത് രണ്ടും ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം വചനങ്ങളിൽ പഠിപ്പിച്ച ഒന്നാണ്. പ്രവാചകനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരുപാട് വചനങ്ങളിൽ നബി തങ്ങളോട് പറയാൻ അല്ലാഹു തആല ആവശ്യപ്പെടുന്ന ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ, പറയുക പ്രവാചകൻ, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്, എന്നാൽ എനിക്ക് വഹി നൽകപ്പെടുന്നു. പ്രവാചകൻ്റെ എതിരാളികൾ പോലും നബിയെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപം അതായിരുന്നു. മാലിഹാദ റസൂൽ യകുലുത്തുആം വയംശി ഫിൽ അസ്വാഖ്, ഇതെന്ത് റസൂലാണ്, അങ്ങാടി നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ അവർ ആക്ഷേപമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല മറുപടിയായും പറഞ്ഞത് തന്നെയാണ്, താങ്കൾക്ക് മുമ്പ് നാം അയച്ച ഏത് റസൂലുണ്ടെങ്കിലും അവരൊക്കെ മനുഷ്യർ തന്നെയായിരുന്നു, അവരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നു, അവരൊക്കെ ഇതേപോലെ ആളുകൾക്കിടയിൽ ഇടപെട്ട് ജീവിച്ചിരുന്നു തുടങ്ങിയ ആശയം ഉൾക്കൊള്ളുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ധാരാളമായി പറഞ്ഞ ഒന്നാണ്, സൃഷ്ടിക്കപ്പെട്ടത് തുടക്കം മണ്ണ് കൊണ്ടാണ്, പിന്നീട് ബീജത്തിൽ നിന്നാണ് എന്നത്. നബി തങ്ങളും പറഞ്ഞു, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് കൊണ്ടുമാണ് എന്നും പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും വ്യക്തമായ ഈ തത്വങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് ഈ പറയുന്ന റിപ്പോർട്ടിലുള്ള ഈ ആശയം തന്നെ. മറ്റൊന്ന്, ആദ്യമായി സൃഷ്ടിച്ചത് നബി പ്രകാശത്തെ അല്ല എന്ന് അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. ഇപ്പം നബി തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹ് ഹദീസിൽ തന്നെ കാണാം, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് കലമാണ്, പേനയാണ് എന്ന ആശയമുള്ള ഹദീസുകൾ സ്വഹീഹായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് മറ്റു സൃഷ്ടികളെല്ലാം വരുന്നത് എന്നാണ് ആ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിരപ്പെട്ട ഹദീസുകൾക്ക് വിരുദ്ധമായിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടിൻ്റെ ആശയം തന്നെ ഉള്ളത്. മറ്റൊന്ന്, ഇത് നബി തങ്ങൾ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. ഇമാം ഹാക്കിം ഉദ്ധരിച്ചുവെന്നും ഇമാം അഹമ്മദ് ഉദ്ധരിച്ചുവെന്നും ഒക്കെ വ്യാജമായി പ്രചരിപ്പിക്കുക എന്നല്ലാതെ അവരാരും ഇത് ഉദ്ധരിച്ചിട്ടില്ല. അതേപോലെ ഇമാം അബ്ദുർ റസാഖ് റഹിമഹുള്ളയുടെ മുസന്നഫിൽ ഈ റിപ്പോർട്ട് ഉണ്ട് എന്ന് പലരും പറയാൻ ശ്രമിക്കാറുണ്ട്. അതും ശരിയല്ല. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇന്ന് ലഭ്യമായ കോപ്പിയിൽ എവിടെയും അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാനും സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു അടിസ്ഥാനവുമില്ലാതെ പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടു വന്ന ഒരു കേവലം കഥ മാത്രമാണ് ഇത്. ഹഫീദ് സുയൂത്തിയെ പോലുള്ള ആളുകൾ പോലും ഇതിന് അവലംബിക്കാവുന്ന അടിസ്ഥാനമില്ല എന്ന് തന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതും ഹാവിൽ ഫതാവ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മാത്രമല്ല, ഈ ഹദീസ് ഒരു പൂർണ്ണമായും വായിച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, പലപ്പോഴും ആളുകൾ ഇതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് കേൾക്കാറുള്ളത്. ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട നബി പ്രകാശമാണ് എന്നത് മാത്രമാണ് പറയാറും പ്രചരിപ്പിക്കാറുമുള്ളത്.
അതിലെ ബാക്കി ഭാഗം യഥാർത്ഥത്തിൽ നമുക്ക് കാണാം. ജാബിർ ചോദിക്കാൻ നബിയോട്, നബിയെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്താണ്? അപ്പോഴാണ് ജാബിർ ആദ്യമായി സൃഷ്ടിച്ചത് അവ്വലു ഷൈഇൻ ഖലഖല്ലാഹു തആല നൂർ നബിക യാ ജാബിർ, ഇന്ന നബിയുടെ പ്രകാശമാണ് ജാബിറെ എന്ന് നബിതങ്ങൾ പറഞ്ഞുവെന്നാണ് ഈ കഥയിൽ ഉള്ളത്. ശേഷം കാണാം അല്ലാഹു തആല സൃഷ്ടിപ്പ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല ആദ്യമായി അള്ളാഹുവിൻ്റെ നൂറിൽ നിന്ന് ഒരു ഭാഗമെടുത്തു, എന്നിട്ട് അതിൽ നിന്ന് നബിയുടെ നൂറ് സൃഷ്ടിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഷിയാക്കളുടെ ആശയം, അല്ലെങ്കിൽ യഹൂദികളുടെ ആശയം, മുശ്രിക്കീകളുടെ ആശയം എല്ലാം ഇതിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നൂറിൽ നിന്ന് ഒരു ഭാഗമെടുക്കുകയും അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് നബി പ്രകാശം എന്ന് പറയുന്നു. മാത്രമല്ല, എന്നിട്ട് ആ റിപ്പോർട്ടിൽ തന്നെ കാണാം, ഫലമ്മ അറാദല്ലാഹു അൻ യഖ്ലുഖൽ ഖൽഖ ഖസ്സമ ദാലിക നൂറ അർബഅത്തൻ, മറ്റു സൃഷ്ടികളെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ഈ പ്രകാശത്തെ അള്ളാഹു തആല 4 ആക്കി വിഭജിച്ചു. എന്നിട്ട് ആ 4 ഇസ്മാക്കിയതിൽ നിന്ന് ഒന്നാമത്തെ ഫഖലഖ മിനൽ അവ്വലി അൽ ഖലമ, അതിലെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ് പേനയെ സൃഷ്ടിച്ചത്. ഒമിന സാനി അൽ ലൗഹ, രണ്ടാമത്തിൽ നിന്നാണ് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദ് സൃഷ്ടിച്ചത്. ഒമിന സാലിസി അൽ അർഷ, മൂന്നാമത്തേതിൽ നിന്നാണ് അള്ളാഹു തആല അവൻ്റെ അർഷിനെ സൃഷ്ടിച്ചത്. പിന്നീട് 4ാമത്തെ അള്ളാഹു എടുക്കുകയും സുമ്മ ഖസ്സമ റാബിഅത അർബഅത ജസാ, 4ാമത്തെ ആ പാർട്ടിനെ വീണ്ടും 4 ആക്കി തിരിച്ചു. ഇതിൽ അതിലെ ഒന്നാമത്തേതിൽ നിന്നാണ് അള്ളാഹു തആല ആകാശം സൃഷ്ടിച്ചത്, രണ്ടാമത്തിൽ നിന്നാണ് അള്ളാഹു തആല ഭൂമിയെ സൃഷ്ടിച്ചത്, മൂന്നാമത്തിൽ നിന്നാണ് സ്വർഗവും നരകവും സൃഷ്ടിച്ചത്, 4ാമത്തേനെ വീണ്ടും അള്ളാഹു തആല 4 ആക്കി തിരിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഭജനങ്ങൾ ശേഷം മുതൽ എല്ലാം നബി പ്രകാശത്തിൽ നിന്നാണ് അർത്ഥം. അമ്പിയാക്കൾ മുതൽ സ്വർഗം നരകം മുതൽ. മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ അപകടം ഇപ്പോൾ ഈ പന്താവൂർ മുസ്ലിം എഴുതിയിട്ടുണ്ട്, ഇബ്ലീസിനെ പോലും പടച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ. അള്ളാഹുവിന്റെ അർശും കുർസിയും അടക്കം ഈ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഈ വ്യാജമായ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഈ മുസ്ലിയാക്കന്മാർ ഈ പൂർണ്ണമായിട്ട് എവിടെയും വായിക്കാറില്ല. അതെ, എവിടെയും വായിക്കാറില്ല. കാരണം ഇത് വായിച്ചാൽ തന്നെ അവരെ കൂടെയുള്ള അല്ലെങ്കിൽ വായിക്കുന്ന മുസ്ലിയാർക്ക് പോലും അറിയാം ഇതൊരിക്കലും ആളുകൾക്ക് മുമ്പിൽ പറയാൻ പറ്റിയതല്ല. ഇത് ശരിക്കും ഇപ്പോൾ അലവി സഖാഫി മാത്രം പറഞ്ഞത് നമ്മൾ കേട്ടത് അവരുടെ മാത്രം വാദമല്ല. ഒരു ക്ലിപ്പും കൂടെ നമുക്ക് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അള്ളാഹു ആദ്യം പഠിച്ചത്? അപ്പൊ ജാബിറിനോട് നബി തങ്ങൾ പറഞ്ഞു, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, എന്റെ വെളിച്ചമാകുന്നു, എന്റെ ഒളിവാകുന്നു അള്ളാഹു ആദ്യം പഠിച്ചത്. സുന്നി മദ്രസകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ദീനിയാത്ത് 1-ാം പാഠം 1 അല്ലാഹു തആല, അള്ളാഹുവിനെ പഠിപ്പിക്കും. പാഠം 2 നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2ാമത്തെ പാഠം നബിയെക്കുറിച്ച് എന്താ പറയാ? നമ്മുടെ നബി, അള്ളാഹു ആദ്യം പഠിച്ചത് നമ്മുടെ നബിയുടെ ഒളിവാകുന്നു. സമസ്തന്റെ പാഠപുസ്തകത്തിൽ ഇതുണ്ട്, സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് പാഠപുസ്തകത്തിലുണ്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡുകൾ ഇറക്കുന്ന പാഠപുസ്തകത്തിലൊക്കെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒളിവാണ് ആദ്യ സൃഷ്ടി എന്ന് കാണും. കേരളത്തിലെ മുഴുവൻ സുന്നികളും ഒരു ഇത്തിഫാക്കുള്ള ഒരു വിഷയമാണ്, എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. ഈ കളവ് എല്ലാവരും ഒരേപോലെ പ്രചരിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ചെറിയ മക്കളെ പോലും പഠിപ്പിക്കുന്നത്. കാരണം ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ മൗലിദ് കിതാബുകൾ മൊത്തം ഒഴിവാക്കേണ്ടി വരും. അതാണ് ഇതിന്റെ അടിസ്ഥാനം. എല്ലാ മൗലിദും പറഞ്ഞ കാര്യമാണ് ഈ പ്രകാശകത. ഹദീസിനെതിരാണ് മൗലവി പറഞ്ഞത്, ഹദീസിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മൗലിദ് കിതാബിൽ ധാരാളം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് വിശദീകരിച്ചാൽ. മൗലിദ് കിതാബിൽ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ടത് പോലുമല്ല, അതിനും അപ്പുറത്തേക്ക് ഈ വ്യാജകഥയിൽ തന്നെ നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും ഘടകവിരുദ്ധമാണ്. ഇനി അതിനേക്കാൾ അപ്പുറത്ത് ധാരാളം കൂട്ടിച്ചേർക്കൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചത്. ഏതാണ്ട് എല്ലാ മൗലിദ് കിതാബിലും എല്ലാ മൗലിദിലും ഈ ഒരു കഥ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണമായി 3-4 മൗലിദുകൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. ഒന്നാമത് മങ്കൂസ് മൗലിദ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും വ്യാപകമായി റബീഉൽ അവ്വലും അതേപോലെ കുടിരിക്കലും വിവാഹത്തിലും അടക്കം ചൊല്ലുന്നതാണ് മങ്കൂസ് മൗലിദ്. ആ മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം. ലോകത്ത് സൃഷ്ടിക്കും മുമ്പ് തന്നെ നബിയുടെ പ്രകാശത്തെ അല്ലാഹു തആല ഉണ്ടാക്കി എന്ന കഥ പറഞ്ഞുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ലോകത്ത് ഒന്നാമതായി ഉണ്ടായത് നബി പ്രകാശമാണ് എന്ന ആശയം അവിടെ സ്ഥാപിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് സുബ്ഹാന മൗലിദ്, ശറഫ് അല മൗലിദ് തുടങ്ങിയ മൗലിദൊക്കെ പോയാൽ അവിടെയും ഇതേ കഥകൾ കാണാൻ കഴിയും. ശറഫ് അല മൗലിദ് മങ്കൂസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും
വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന മറ്റൊന്നാണ് ഷറഫ് അനാ മൗലിദ്. ആ ഷറഫ് അനാ മൗലിദിൽ എടുത്തു പറയുന്നു കീല എന്ന് പറഞ്ഞ തുടങ്ങുന്നതിന് ആര് പറഞ്ഞു എവിടുന്ന് പറയുന്നില്ല, കീല പറയപ്പെട്ടു എന്നാണ്. ലമ്മ അല്ലാഹു അസ്സ വജല്ല ളുഹൂറ ഖൈരി ഖൽഖിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തങ്ങളാകുന്ന ഉത്തമ സൃഷ്ടിയെ ഇവിടെ ലാഹിറാക്കുവാൻ, ആളുകൾക്ക് വെളിപ്പെടുത്തുവാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചപ്പോൾ അമറ ജിബ്രീല അൻ യഖ്ബിറ തീറതഹു മിൻ മക്കാനി ഖബരിൽ കരീം, നബി തങ്ങളുടെ ഖബർ ഇന്ന് നിലകൊള്ളുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരൽപ്പം മണ്ണെടുത്തു കൊണ്ടുവരാൻ അല്ലാഹു തആല ജിബ്രീലിനോട് പറഞ്ഞു. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? അല്ലാഹു പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അള്ളാഹു പറഞ്ഞു ഒന്നെങ്കിൽ അള്ളാഹു പറഞ്ഞു തരണം നമുക്ക്, അല്ലെങ്കിൽ നബി തങ്ങൾ പറയണം. ലോകം പടക്കുന്നതിന് മുമ്പ് ലോകം പടക്കുന്നതിന് മുമ്പ് ആ സ്ഥലമുണ്ട്. അത് മറ്റൊരു വൈരുദ്ധ്യമാണ്. കാരണം ഭൂമി പഠിച്ചത് ഈ വെളിച്ചത്തിലാണ്, ഈ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു തആല ഭൂമിയെ സൃഷ്ടിക്കുന്നത്. സഹാബികൾക്ക് മനസ്സിലായില്ല, സഹാബികൾ നബി മരിച്ചപ്പോൾ തർക്കിക്കാണ് അങ്ങനെ അവിടുന്ന് എടുത്തുകൊണ്ടുവന്നു. ഫഖബലഹ, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണെടുത്തു. സുമ്മ തോഫ ബിഹാ ജന്നാത്തിൻ നഈം, എന്നിട്ട് ഈ മണ്ണിനെ സ്വർഗ്ഗലോകത്തെല്ലാം തവാഫ് ചെയ്തു. അപ്പൊ സ്വർഗ്ഗമുണ്ട്. യഥാർത്ഥത്തിൽ ശേഷം പറഞ്ഞാണ് ഈ പ്രകാശത്ത് സ്വർഗ്ഗം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഓമസാഫി അൻഹരി തസ്നീം, സ്വർഗീയ അരുവികളെല്ലാം ഈ മണ്ണ് കൊണ്ടുപോയി മുക്കി. വഅഖ്ബല ബിഹാ ഇലാ മാ ബൈന യദൈഹിൽ അലിയ്യിൽ അദീം, എന്നിട്ട് അതുമായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വലഹാ അറഖുൻ യസീൽ, അപ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് ഒരു വിയർപ്പ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഫഖലഖല്ലാഹു മിൻ ദാലികൽ അറഖി നൂറ കുല്ലി നബിയ്യിൻ ജലീൽ, ആ വിയർപ്പിൽ നിന്ന് അല്ലാഹു തആല എല്ലാ അമ്പിയാക്കളെയും പ്രകാശത്തെയും അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഫജമീഉൽ അംബിയായി ഖുലിഖൂ മിൻ നൂരി മുഹമ്മദിൻ, അവിടെ എല്ലാ അമ്പിയാക്കളും സൃഷ്ടിക്കപ്പെട്ടത് മുഹമ്മദ് നബിയുടെ പ്രകാശത്തിൽ നിന്നാകുന്നു എന്നാണ് ഷറഫ് അനാ മൗലിദിൽ പറയുന്നത്. ശേഷം വിശദമായി പറയുന്നുണ്ട് പിന്നീട് ഓരോ പ്രവാചകന്മാരും വന്നതും അതേപോലെ ഇബ്രാഹിം നബിയിലും ഒക്കെ വന്നതൊക്കെ ശേഷം അവിടെ പറയുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഷറഫ് അനാമിൽ ഈ വിഷയമായി പഠിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞില്ല, ഇനി നമുക്ക് മറ്റൊരു മൗലിദിലേക്ക് പോയാൽ ഇതേ ആശയം ബർസഞ്ചി മൗലിദ്. ആ ബർസഞ്ചി മൗലിദിലും ഇതേ ആശയം പറയുന്നതായി നമുക്കവിടെ കാണാൻ കഴിയും. നബി തങ്ങളുടെ പ്രകാശത്തെ പറ്റിയുള്ള കഥകൾ ബർസഞ്ചി മൗലിദിൽ വളരെ വിശദമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അതിൽ നബിതങ്ങളുടെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറയുകയും ആ പ്രകാശത്തിൽ നിന്നാണ് അല്ലാഹു തആല എല്ലാ അമ്പിയാക്കളെയും സൃഷ്ടിച്ചത് എന്ന ഇതേ ആശയമാണ് ബർസഞ്ചി മൗലിദിലും പഠിപ്പിക്കുന്നത്. നമ്മൾ ഷറഫ് അനാമിൽ പറഞ്ഞ ആ ആശയം തന്നെ അവിടെയും കാണാം. അതുപോലെ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് ജഅല മുഹമ്മദ് മൗലിദ് എന്ന മൗലിദിൽ ഇതേ ആശയം തന്നെ ഖാദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ പ്രകാശത്തെയാണ്. ഇല്ല ഫൈനഹു സജദ ലില്ലാഹി സിനീന, എന്നിട്ട് ആ പ്രകാശം ധാരാളം വർഷം അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തു. വഖല അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു യാ നൂറ ഹബീബി വഖാസത അബ്ദി, എൻ്റെ ഹബീബിന്റെ പ്രകാശമേ ഖലഖ്തു സബ്അത അബ്ഹുരിൻ അലാ മഹബ്ബതിക, എന്നോടുള്ള സ്നേഹം കാരണം 7 സമുദ്രം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഏതാണ്? വഹിയ ബഹറുൽ ഇൽമി വബഹറുൽ ഹിൽമി വബഹറു തഖ്വ വബഹറു അഖ്ലി വബഹറു റഹ്മതി വബഹറു തവാളുഇ വബഹറു ശറഫി, ഇങ്ങനെ 7 സമുദ്രങ്ങളെ അള്ളാഹ് സൃഷ്ടിച്ചു. എന്തുകൊണ്ട്? ഈ പ്രകാശത്തിനോടുള്ള സ്നേഹം കാരണം. എന്ന് അല്ലാഹു തആല ഈ പ്രകാശത്തോട് പറഞ്ഞു, ഈ ഓരോ സമുദ്രത്തിലും അത് കിടക്കണം. അസ്റത ആലാഫി സന, 13,000 കൊല്ലം ഓരോ സമുദ്രത്തിലും കിടക്കാൻ ഈ പ്രകാശത്തോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു. അപ്പൊ അന്ന് ഈ സമുദ്രത്തിന്റെ അർത്ഥം അപ്പുറത്ത് പറഞ്ഞത് ഈ ഇതിൽ നിന്നാണ് ബാക്കി എല്ലാം വൈരുദ്ധ്യമാണ്. അങ്ങനെ ഈ സമുദ്രത്തിലെല്ലാം അത്രയും കാലം കിടന്നു. 13,000 വർഷം വീതം 7 സമുദ്രത്തിലും അത് കിടന്നു ഈ സമുദ്രം. അപ്പോൾ 1,10,000 വർഷം മൊത്തം അത് കിടന്നു. അങ്ങനെ പിന്നീട് അല്ലാഹു തആല അതിലൂടെ പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. അമർ അല്ലാഹു തആല യതഹറക ഫതഹറക, ആ പ്രകാശത്തിൽ ഒന്ന് ഇളകാൻ ചലിക്കാൻ പറഞ്ഞപ്പോൾ ചലിച്ചു. വഖഅത് മിൻഹു ഖത്റാത്തുൻ, അപ്പോൾ അതിൽ നിന്ന് കുറേ തുള്ളികൾ വീണു. ഫഖലഖല്ലാഹു മിൻഹാ നബിയ്യീന വൽ മുർസലീൻ, അതിൽ നിന്നാണ് അമ്പിയാക്കളെയും മുർസലീനും അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതിൽ തന്നെ 313 ഖത്റ മിൻ ഫൗഖി റഅസിഹി, 313 തുള്ളികൾ തലക്ക് മുകളിൽ നിന്നാണ് കിട്ടിയത്. ഈ പ്രകാശത്തിന് തലയുണ്ടപ്പോൾ ഈ പ്രകാശത്തിന് തലയുണ്ട്. ആ തലയുടെ മുകളിൽ നിന്നാണ്, തലയില്ല, ആ തലയിൽ നിന്നാണ് 313 തുള്ളികൾ വിറ്റിയത്. അതിൽ നിന്നാണ് എല്ലാ മുർസലീങ്ങളെയും സൃഷ്ടിച്ചത്. ഈ കള്ളക്കഥകളാണ് സാധാരണക്കാരായ ആളുകള്. അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യത്തെ സൃഷ്ടിയിലെ പ്രകാശം എന്നത് മാത്രമൊന്നുമല്ല. അതിൽ പറഞ്ഞ കഥ പറഞ്ഞ് ഒരു ഹദീസും പറഞ്ഞ കഥ റസൂലുള്ളാഹി എന്നും പറഞ്ഞ് പോകാനപ്പുറത്ത് ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ
ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് മൗലൂദിലെ ആൾക്കാർ പറയുന്നത് ഇതിൽ മറ്റൊരു വിഷയമുള്ളത്, ഇപ്പൊ രണ്ടാൾക്കാരെ പ്രസംഗം നമ്മൾ കേട്ടു, ഇവർ രണ്ടുപേരും നബി പറയാത്തൊരു കാര്യം അത് മലീസൽ ഭയങ്കര ഗൗരവമുള്ള വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നവവി ഒക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ തഖ്രീബിലും ഇതൊക്കെ പറയുന്ന കാര്യമാണ്, ഒരു ഹദീസ് ദഈഫാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണ്, അത് ഉദ്ധരിക്കാൻ പോലും പാടില്ല. അത് മൗളു ആണ്, അത് ദഈഫാണ് എന്ന് പറയാൻ വേണ്ടിയല്ലാതെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാൻ പോലും പാടില്ല എന്ന് വരെ ഇമാം നവവിയെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്ന രൂപേണ സാധാരണക്കാരായ ആളുകൾക്ക് മുന്നിൽ ഉദ്ധരിക്കുകയും അത് മദ്രസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പഠിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞല്ലോ, മൻകദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബു മുഖാദമിനാർ, എൻ്റെ പേരിൽ മനഃപൂർവ്വം ആരെങ്കിലും കെട്ടിപ്പറഞ്ഞാൽ, കാരണം അറിയാതെ പറയല്ല, ഇത് മനഃപൂർവ്വം ഈ ഹദീസിൻ്റെ ദോഫുകളും കാര്യങ്ങളും ഈ കള്ളക്കഥകളൊക്കെ അറിയുന്ന ആളുകളാണ് ഈ കളവ് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഗൗരവം കൂടി ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരും അവരെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന സാധാരണക്കാരും ചിന്തിക്കണം എന്നുകൂടി നമ്മൾ ആളുകൾ കൂടി അന്വേഷിക്കണം ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടോ. ഇതില് വളരെ രസകരമായ കുറെ, ഇപ്പൊ നബിന്റെ വീട്ടില് വെളിച്ചത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കുറെ കഥകൾ, ഒരുപാട് കഥകളുണ്ട്. സാധാരണ പണി നടക്കുന്ന പാട്ടാണ് അതൊക്കെ. ഇതിലേറ്റവും വൈരുദ്ധ്യമായി നമുക്ക് തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഈ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അശ്അരി വിശ്വാസം സ്വീകരിക്കുന്നവരാണെന്ന് പറയാം. അവർ തന്നെ എഴുതി വെച്ചെന്താ വെച്ചാൽ, ഇപ്പോൾ സമസ്തയുടെ 60ാം വാർഷികോപഹാരം SYSൻ്റെ ഇതിൽ കാണാം, അവരുടെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എഴുതി വെച്ചതാണ്, ചുരുക്കത്തിൽ കുറ്റമറ്റ ഹദീസുകളാണ് ദീനിൽ അവലംബം. അപ്പോൾ ദീനിൽ ഒരു കാര്യം അവലംബമാകണമെങ്കിൽ അത് സ്വഹീഹ ഹദീസാകണം. ലോകത്ത് ഈ ഹദീസ്, പിന്നെ ഈ ഹദീസിൻ്റെ പൂർണ്ണരൂപം ഇത് ഈ അർത്ഥത്തിൽ തന്നെ സ്വഹീഹാണെന്ന് പിന്നെ ഹദീസ് പണ്ഡിതന്മാർ ആരും വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. ഇനി മാത്രമല്ല, എന്നാൽ ഇസ്ലാമിൻ്റെ അടിത്തറയായി വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കുറ്റമറ്റത് അഥവാ സ്വഹീഹായ ഹദീസുകളായാൽ മാത്രം പോരാ. ഇവർ ഹദീസ് സ്വഹീഹാന്ന് കൂട്ടിയാൽ പോലും വിശ്വാസപരമായ കാര്യങ്ങൾ സ്ഥിരപ്പെടാൻ അത് പോരാ, മറിച്ച് മുതവാത്തിർ അഥവാ അസത്യത്തിൽ യോജിക്കാൻ സാധ്യതയില്ലാത്ത വിധം റിപ്പോർട്ടുകളുള്ളത് ആയിരിക്കണം, മുതവാത്തിറായിരിക്കണം. പ്രവാചകന്റെ നൂറാണ് ആദ്യം പഠിച്ചത് എന്നുള്ളത് ഇവിടെ പറഞ്ഞു, വിശ്വാസ കാര്യത്തിലാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അപ്പം ആ വിശ്വാസ കാര്യങ്ങൾക്ക് ഇനി ബുഖാരിയിലെ ഹദീസ് ഉണ്ടെങ്കിൽ പോലും സമസ്തക്കാരെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ബുഖാരി പോയിട്ട് ഇസ്ലാമിക ലോകത്ത് തന്നെ പ്രമാണമല്ലാത്ത പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസ് അവരുടെ വിശ്വാസത്തിന്റെ അടിത്തറയായി സ്വീകരിക്കുന്നത് മാത്രമല്ല, ഈ കണ്ട ഏടുകളിൽ മുഴുവനും ഹദീസിന്റെ ആശയം കുത്തി നിറക്കുകയും അത് സമൂഹത്തിൽ സമസ്തത്തിന് നിലക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിന്റെ മേലാണ്. അതന്നെ കള്ളക്കഥയാണ്. നമ്മൾ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം, ഇന്ന് പല ആളും മൗലൂദ് ചെല്ലുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ ഭയങ്കര അബദ്ധമാണ് അവർ കാണിക്കുന്നവർ തിരിച്ചറിയട്ടെ. നമുക്ക് ഈ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം, ക്ലോസ് ചെയ്യണം ഈ വിഷയം. രണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ടാണ്, ഒരു മനുഷ്യനായിക്കൊണ്ടാണ് പറഞ്ഞു വീണെന്ന് നമുക്കറിയാം. നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അബുൽ ബഷർ, അതെ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഇത് നബിന്റെ ബാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ് പറയുന്നത്, അത് പ്രകാശത്തുനിന്ന് എവിടെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല. മുഹമ്മദ് നബി ആദം നബിയുടെ വാപ്പയാണ്, ആദം നബി മുഹമ്മദ് നബിയുടെയും വാപ്പയാണ്. ഇതിൽ ശരിക്കും നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിക്കട്ടെ, ഈ ഇത് പ്രചരിപ്പിക്കാൻ നമുക്ക് അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ചർച്ച ഇവിടെ നമുക്ക് ദീന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രമാണങ്ങൾ ഉള്ളത് തന്നെ എമ്പാടും വിശ്വസിക്കാനും ആചരിക്കാനും ഉണ്ടല്ലോ. എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പിന്നിൽ? ഈ മൗലൂദ് ഓതുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവർ ആലോചിക്കട്ടെ, ഇത് ഭയങ്കര അബദ്ധമാണ് ഉള്ളതെന്നുള്ള അവർ ചിന്തിക്കട്ടെ.